നേരിടാൻ കഴിയുക ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണ്. ആ തരത്തിൽ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ. പക്ഷേ അറിയില്ല, BJP അനുകൂലിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടുതലാണ് എന്നുള്ളതുകൊണ്ടും ആ രൂപത്തിൽ ഒരു ഒരുമിക്കൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ള അറിയില്ല. എന്നാൽ പോലും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും അതിശക്തമാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെയും ആ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നിയമം നടപ്പാക്കുന്നത്. താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുക. ഇപ്പോൾ ഉടനെയില്ല എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞത്. ഉടനെയില്ല എന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കാനിരിക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത്. അപ്പോൾ അത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇതിപ്പോൾ പശ്ചിമ ബംഗാളിലും അസമിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് കേന്ദ്രത്തെ സംബന്ധിച്ചുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുമായി 56 ലോക്സഭാ സീറ്റുകളുണ്ട്. അതിൽ 27 സീറ്റിൽ BJP കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നു. അപ്പോൾ ആ എണ്ണം അതിലും കൂട്ടേണ്ടതുണ്ട്. 18 പശ്ചിമ ബംഗാളിൽ നിന്നും 9 അസമിൽ നിന്നുമാണല്ലോ കഴിഞ്ഞ തവണ ലഭിച്ചത്. അപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം യഥാർത്ഥത്തിലുണ്ട്. പശ്ചിമ ബംഗാൾ മമതാ ബാനർജി അതിശക്തമായി തന്നെ അതിനെ എതിർക്കുന്നുമുണ്ട്. പക്ഷേ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ഈ കാര്യത്തിൽ BJPക്ക് സാധിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ ഈ മതം മാനദണ്ഡമാകുന്നു, പൗരത്വത്തിന് മാനദണ്ഡം ആകുന്നു എന്ന് പറയുമ്പോൾ പൗരത്വം എന്ന് നിർണ്ണയിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സ്വഭാവത്തെ, പൗരത്വം എന്നുള്ള രാജ്യത്തിൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് മറ്റ് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ എന്താണ് എന്നൊരു പെർസെപ്ഷൻ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഒരു മതേതര രാജ്യം എന്ന ഒരു പ്രതിച്ഛായ അത് മാറ്റാനുള്ള ശ്രമമാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മതരാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ്. ഒരു ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമാക്കുന്നു. അവിടെ മുസ്ലിങ്ങൾ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള ഏറ്റവും നിരാശാജനകമായ ദുഃഖകരമായ കാര്യം. മുസ്ലിം എന്നത് ഇന്ത്യ എന്ന ആശയത്തിന് പുറത്താണ് എന്ന പ്രതീതി സൃഷ്ടിക്കുന്നു. വൈദേശികമാണ് അതിൻ്റെ അസ്തിത്വം എന്ന് വിളിച്ചു പറയുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അവർ തിരഞ്ഞെടുപ്പിൽ MP മാരെ അയക്കുന്നതിലൊക്കെ ഇത് നേരത്തെ തന്നെ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ നിലപാട് തുടരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ അതിന് പ്രസക്തിയില്ല എന്ന് പറയുമ്പോൾ അതിലെടുക്കുന്ന നിലപാട് പ്രധാനമാണല്ലോ. ഇവിടെ ഒരുമിച്ച് രണ്ട് മുന്നണികളും ഒരുമിച്ചാണ് ഇക്കാര്യത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ആരാണ് ഈ വിഷയത്തിൽ ആരാണ് ഉറച്ചു നിൽക്കുന്നത് എന്നതിൽ ഒരു ആരാണ് ഇതിനെ ചാമ്പ്യൻ ചെയ്യുന്നത് എന്നതിലൊരു മത്സരം ഒരുപക്ഷെ ഇവിടെ LDFും UDFും തമ്മിൽ നടന്നേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമപരമായ സാധുതയുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് നടപ്പാക്കില്ല എന്ന് സംസ്ഥാനങ്ങൾക്ക് സാങ്കേതികമായി പറയാൻ പറ്റുമോ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. കേന്ദ്ര സർക്കാരിന് നിയമമാക്കിയിരിക്കുന്ന ഒരു കാര്യം അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രപതി ഭരണത്തിന് വേണമെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാം. 256 അനുച്ഛേദ പ്രകാരം കേന്ദ്ര സർക്കാരിന് സാധിക്കും. ഭരണഘടനാ പരമായുള്ള പ്രതിസന്ധിയുണ്ട്, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയുണ്ട് എന്ന് പറയുകയും സർക്കാരിനെ പിരിച്ചുവിടാൻ സാധിക്കുകയും ചെയ്യുന്നുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നു എന്നുള്ളത് നിയമപരമായി നിൽക്കുന്ന ഒരു ആശങ്കയാണ്. പക്ഷെ അത്തരം വലിയ ഘട്ടങ്ങളിലേക്കൊക്കെ കേന്ദ്ര സർക്കാർ പോകുമോ എന്നുള്ള ഒരു വിഷയം അവിടെ നിൽക്കുന്നു. ഏതായാലും നിയമപരമായി നേരിടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോൾ ഇതിനകം തന്നെ ഈ പറഞ്ഞ പോലെ 200 ഹർജികൾ കേരളത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നു. അതുപോലെ ലീഗ് നേരത്തെ തന്നെ പോയിട്ടുള്ളതാണ്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. നേരത്തെ തൽക്കാലം നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എങ്ങനെ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ഉന്നയിക്കും. സുപ്രീം കോടതി ഉടനെ തീരുമാനമെടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ അത് വേണ്ട എന്ന തീരുമാനമെടുക്കുമോ എന്നൊക്കെയുള്ള പ്രസക്തമായ കാര്യങ്ങളുണ്ട്. നേരത്തെ MP നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ RSSന്റെ അജണ്ട കൃത്യമായി ഓരോന്നോരോന്നായി നടപ്പാക്കുന്നു. അത് ജമ്മു കശ്മീരിൻ്റെ കാര്യത്തിലായും രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായും അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ CAA വരുന്നു. ഇപ്പോൾ പൗരപട്ടിക NRC നടപ്പാക്കിയ അസമിൽ നിന്നും എത്രത്തോളം ഹിന്ദുക്കൾ പുറത്താക്കപ്പെട്ടു? 2 ദശലക്ഷത്തോളം ഹിന്ദുക്കൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസം നൽകുന്ന തീരുമാനമായി ഇത് വരികയാണ്. ആ രൂപത്തിൽ കൂടി അത് ഒരു അജണ്ടയായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. അതിനെ സമരങ്ങളിലൂടെയും നിയമപരമായും നേരിടുക എന്ന് തന്നെയാണ് മുന്നിലുള്ളത്. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ അത് തന്നെയാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. Meet the editors.